ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു നമ്മുടെ ഗതാഗത മന്ത്രി കാണുവാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ല കാര്യം. അങ്ങനെ എത്തുമെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ എത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. എത്തിയല്ല എത്തി, എത്തിയില്ലെങ്കിൽ എത്തിയില്ല. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KSRTC ബസ് ഓടിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർക്ക് കുറച്ച് ബോധവൽക്കരണത്തിന് ആവശ്യമുണ്ട്. അത് എങ്ങനെയെങ്കിലും നടത്തി കൊടുത്തില്ലെങ്കിൽ നമ്മുടെ റോഡുകളിൽ ഇനിയും ജീവനുകൾ അമിതമായിട്ട് പൊലിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഞാൻ മിക്ക ദിവസം ഞാൻ പഠിക്കാൻ പോകുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും KSRTC ബസ്സിലാണ് ഞാൻ പോകുന്നത്. 2 ബസ് കയറി വേണം എനിക്ക് പോകാൻ. ഞാൻ കൊല്ലം പാരിപ്പള്ളി റൂട്ടിൽ ആറ്റിങ്ങൽ ആ വണ്ടിക്കകത്താണ്, ആ റൂട്ടിലാണ് ഞാൻ സഞ്ചരിക്കുന്നതെന്ന് പറയുന്നത്. കുറച്ചധികം നാളുകളായിട്ട് ഞാൻ ഈ ഒരു സംഭവം ഫേസ് ചെയ്യുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ കാണുന്നുണ്ട്. ഓവർ സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ KSRTC ബസ്സിലുണ്ടെന്ന്. അത് പിന്നെയും അത്ര സംഭവമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ ഇന്ന് കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ മറ്റൊരു കാര്യം, എനിക്കിത് റെക്കോർഡ് ചെയ്യണം എന്ന് തോന്നിയതാണ്. ഞാൻ ആ വണ്ടിക്കകത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞാണ്, ഇങ്ങനെയാണ് വണ്ടിയുടെ പോക്കെന്ന് പറയുന്നത്, എനിക്ക് കണ്ടിട്ട് ഒരു മാതിരി തോന്നുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ ചെയ്യേണ്ടുള്ളതെന്ന് എനിക്കറിയത്തില്ല. വണ്ടിക്കകത്തിരിക്കുന്ന ആരും തന്നെ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞതാണ് അത് റെക്കോർഡ് ചെയ്തിട്ട് ഇത് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റിൽ അത് എടുക്കുകയും ചെയ്യുന്ന കാര്യമാണ്. പിന്നെ അത് റെക്കോർഡ് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ ആലോചിച്ചത് അത്യാവശ്യം അയാൾക്ക് പ്രായമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ പ്രായത്തിലുള്ള അല്ലെങ്കിൽ അതിൽ താഴെയുള്ള മക്കളൊക്കെ കാണും, ഭാര്യ കാണും. അപ്പം ഒരു കുടുംബത്തിൻ്റെ ഒരു ആശ്രയമാണ്. പിന്നെ KSRTC ബസ്സിലെ ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ KSRTCയിൽ പണി ചെയ്യുന്ന ആൾക്കാർക്ക് ശമ്പളം പോലും കൃത്യമായിട്ടല്ല എന്നുള്ള രീതിക്കൊക്കെ വരുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നത് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വീഡിയോ ഉറപ്പായിട്ടും ചെന്ന് കഴിഞ്ഞാൽ സസ്പെൻഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിസ്മിസിലോട്ട് പോകുന്നത് എനിക്ക് എത്ര സസ്പെൻഷൻ എന്തായാലും ഉണ്ടാവും എന്നുള്ളൊരു 100% ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അത്രയും വൃത്തിയിട്ട കാര്യങ്ങളാണ് ഇന്ന് ആ ഡ്രൈവർ ചെയ്യുന്നത് ഞാൻ കണ്ടതെന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഞാൻ ആറ്റിങ്കൽ നിന്നാണ് ആ വണ്ടിയിൽ കയറിയെന്ന് പറയുന്നത്. ഏകദേശം 3:30 മണി ആയപ്പോഴാണ് ഞാൻ ആ വണ്ടിയിൽ കയറുന്നത്, ആറ്റിങ്കൽ നിന്ന് കയറുന്നതെന്ന് പറയുന്നത്. ആ കയറിയ സമയത്ത് തൊട്ടേ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് ഓവർ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് മുമ്പിൽ പോകുന്ന വണ്ടീനെ ഇപ്പോൾ ഇടിച്ചില്ല എന്നുള്ള രീതിക്ക് പലവട്ടം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. എന്തോ ഒരു ഇതിൽ എനിക്ക് മുമ്പിൽ തന്നെ സീറ്റും കിട്ടുകയും ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇരിക്കുന്ന സമയത്ത് ആദ്യം കണ്ടത് ഒരു ബൈക്കുകാരൻ്റെ കാര്യമാണ്. ഒരു പാവം ബൈക്കുകാരൻ, ആ ബൈക്കുകാരൻ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇയാൾ ഭയങ്കരമായിട്ട് ആവശ്യമില്ലാതെ ഹോണടിയാണ്. നമ്മൾ ബ്രേക്ക് പിടിക്കാൻ നിർത്തില്ല, അനാവശ്യമായിട്ടുള്ള ബ്രേക്ക് കുടികൾ എന്ന് പറയത്തില്ല, അതുപോലെ ഇപ്പോൾ ഇടിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും നെഞ്ചുനാളെ ഇടിച്ചാണ് അതിനകത്ത് ഇരുന്നതെന്ന് പറയുന്നത്. എൻ്റെ ഇപ്പുറത്ത് നല്ല പ്രായമുള്ള ഒരു ആൻറ്റി ഇരിപ്പുണ്ട്, പക്ഷെ ഒന്നും മിണ്ടുന്നില്ല, ആരും ഒന്നും തന്നെ മിണ്ടുന്നില്ല. ഈ വണ്ടിയുടെ പോക്ക് കണ്ടിട്ട് ആരും ഇനി ശ്രദ്ധിക്കുന്നില്ല എന്ന് പോലും എനിക്കറിയത്തില്ല. ഏറ്റവും ഫ്രണ്ടിലായതുകൊണ്ട് ഇത് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ്, റോഡിൽ ഈ പറയുന്ന കുറച്ചധികം റൂൾസ് പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്. ട്രാഫിക്കിൽ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഒരു വണ്ടി ഓടേണ്ടത് ഏത് സൈഡിലൂടെയാണ് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അതിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അറിയാം. ഈ സൈഡിലൂടെ ഓടുന്ന വണ്ടികൾ ഈ സൈഡും അപ്പുറത്തെ സൈഡിലൂടെ വരുന്നത് ഈ പറയുന്ന ഓപ്പോസിറ്റ് സൈഡിലൂടെ വരുന്നതാണെന്ന് നമുക്ക് ആ ക്രോസ് ലൈൻ എന്ന് പറയുന്നത് നന്നായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. അത് എന്നെക്കഴി നന്നായിട്ട് എന്തായാലും ആ KSRTC ബസ് ഓടിക്കുന്ന ആൾക്ക് അറിയാമെന്നിരിക്കും. പക്ഷേ ഞാൻ ആ വണ്ടിയിൽ കയറിയത് മുതൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഞാൻ എത്താറാവുന്നതിന് തൊട്ട് മുന്നേ വരെയും അയാൾ ചെയ്തുകൊണ്ടിരുന്നത്, മിക്ക സ്ഥലങ്ങളിലും ചെയ്തുകൊണ്ടിരുന്നത്, നമ്മൾ ഈ സൈഡിൽ കൂടെ ഇങ്ങോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്, പക്ഷേ ആ ലൈന് അപ്പുറത്തേക്ക് കടന്ന് ഓപ്പോസിറ്റ് സൈഡിലൂടെ വണ്ടി വരേണ്ടുള്ളത് ആ സൈഡിൽ കൂടെ കയറിയിട്ടാണ് ഈ ആശ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുന്നത്. ഇത് ഞാൻ പറയാൻ തോന്നിയതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് പെട്ടെന്ന് ഇതായി തോന്നിയത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു ആംബുലൻസ് വരുന്നുണ്ടായിരുന്നു. ആ ആംബുലൻസിൽ പോലും സൈഡ് കൊടുത്തത് എന്തോ കഷ്ടപ്പെട്ട് കൊടുക്കുന്നത് പോലെയാണ് കൊടുത്തതെന്ന് പറയുന്നത്. ഇപ്പുറത്തോട്ട് തന്നെയാണ് ആ ലൈൻ ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്കാണ് ഈ വണ്ടിയുടെ കുറച്ച് ഭാഗം നിന്നേന്ന് പറയുന്നത്. പിന്നെ അത് കണ്ടപ്പോൾ എനിക്ക് ഇറിറ്റേഷനായി തുടങ്ങി. പിന്നെ അടുത്തത് വീണ്ടും ഇത് വന്നതെന്ന് വെച്ചാൽ, അത് കഴിഞ്ഞ് ഒരു കല്ലമ്പലത്തിൻ്റെ തൊട്ട് മുന്നായിട്ട് എന്തോ ഒരു സിഗ്നലുണ്ട്. ആ സിഗ്നലിൻ്റെ അവിടെ എത്തിയപ്പം പോലും ഇപ്പുറത്തെ സൈഡിൽ നിന്ന് സ്കൂൾ ബസ് വരുന്നുണ്ട്, വളച്ചെടുത്ത് ഇപ്പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ആ സമയത്തും ഇയാൾ വണ്ടി കൊണ്ടിട്ടിരിക്കുന്നത് ഈ സൈഡിൽ ഇടേണ്ടുള്ള വണ്ടി ഇങ്ങോട്ടാണ് പോകുന്നത്, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വണ്ടി ഇങ്ങോട്ട് പോകണം, ഈ സൈഡിൽ നിന്ന് വളഞ്ഞ് വണ്ടി വരാനുള്ളൊരു ഇതിലാണ് നിൽക്കുന്നതെന്ന് പറയുന്നത്. അവിടുന്ന് സ്കൂൾ ബസ് വരുവാണ്. ഇയാളുടെ വണ്ടി കൊണ്ടിരിക്കുന്ന ആ സ്കൂൾ ബസ് വളഞ്ഞ് വരേണ്ട ഇപ്പുറത്തെ സൈഡിലാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വണ്ടി കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ കണ്ടതാണ് സ്കൂൾ ബസ്സിലെ ഡ്രൈവറുകളെ ചീത്ത വിളിച്ചുകൊണ്ട് പോകുന്നത് കണ്ടതാണ്. കാരണം ആ വണ്ടിക്ക് വളയ്ക്കാനുള്ള ഒരു സ്ഥലം പോലും കൊടുക്കുന്നില്ല. ഇതൊന്നും റെക്കോർഡ് ആവുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാമറകൾ എത്രയുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ എത്ര പേര് പരിശോധിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ പോക്കിൽ അയാൾ അവിടെ എത്തിയോ എന്നുള്ളത് എനിക്ക് പലവട്ടം തോന്നി, എത്തിപ്പെടുമോ എന്നുള്ളത് തോന്നിപ്പോയി ഒരു കാര്യമാണ്. എന്തിനാണ് ഇത്രയും സ്പീഡ് അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയും ഒരു വ്യഗ്രത കാണിക്കുന്നത് എന്ന് മാത്രം മനസ്സിലാവുന്നില്ല. അയാൾ മാത്രമല്ല ആ ബസ്സിലിരിക്കുന്നതെന്ന് പറയുന്നത്. എനിക്ക് എണീറ്റ് നിന്ന് പറയണമെന്ന് തോന്നിയൊരു കാര്യമാണ്, ചേട്ടൻ ചിലപ്പം വീട്ടിലുള്ള ആർക്കും
ആർക്കും ഉറപ്പോ വാഗ്ദാനമോ ഒന്നും കൊടുത്തിട്ടായിരിക്കത്തില്ല ചേട്ടൻ ഇങ്ങോട്ട് വരുന്നത്. അതുപോലല്ല ഈ വണ്ടിയിലിരിക്കുന്ന ഓരോ ആൾക്കാരും അവരെയും പ്രതീക്ഷിച്ച് വീട്ടിൽ ഒരു കൂട്ടം ആൾക്കാർ, പ്രത്യേകിച്ച് എന്നെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊടിക്കുഞ്ഞ് അല്ലെങ്കിൽ ഒരു കുഞ്ഞു ജീവൻ ഇവിടെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ വരുന്നതും കാത്ത് ബസ് സ്റ്റാൻഡിലേക്ക് എന്നെ വിളിക്കാൻ കാത്ത് നിൽക്കുന്ന ഒരു കുഞ്ഞ്, അവൻ കറക്റ്റ് ടൈം നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം എൻ്റെ മനസ്സിൽ ഇത് മൊത്തമാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഇത് എന്ത് പറ്റും, എനിക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് പാരിപ്പള്ളി എത്തിയാൽ മതി, എനിക്ക് ഇറങ്ങിയാൽ മതി എന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുമായിരുന്നു, റെക്കോർഡ് ചെയ്ത് ഇതിടാൻ പറ്റുമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നിപ്പോയ കാര്യം എന്ന് പറയുന്നത്, ഇതുപോലെ സസ്പെൻഷൻ ആയിപ്പോയാൽ ആ വീട്ടിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ പൈസ ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഓരോ ദിവസം കഷ്ടിച്ച് പോകാൻ പെടുന്ന പാടൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റും. അതൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി എന്നെ വീണ്ടും ഈ ചെയ്യണ്ട എന്ന് തോന്നിപ്പിച്ചതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പ്രായമുള്ള ആൾക്കാർ ആ ബസ്സിലുണ്ടായിരുന്നു. ഈ പറയുന്ന എപ്പോഴും പ്രതികരണശേഷി അല്ലെങ്കിൽ നന്നായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് രണ്ടുപേരും ഈക്വലായിട്ട് ചെയ്യണം. ആണുങ്ങളും പെണ്ണുങ്ങളും ചെയ്യണമെങ്കിൽ പോലും നമ്മൾ ഈ ഒരു പെണ്ണ് സംസാരിക്കുന്നതും ആണ് കയറി സംസാരിക്കുന്നതും തമ്മിൽ എപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ വ്യത്യാസമുണ്ട്. അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും പേര് വണ്ടിക്കകത്ത് ബാക്കിലിരുന്നിട്ടും ആർക്കും ഒരു ഇതുമില്ല. കാരണം എല്ലാവർക്കും വൈകുന്നേരമാണ്, അപ്പം ജോലി കഴിഞ്ഞ് വരുന്നവരാണ്, പഠിച്ചിട്ട് വരുന്നവരാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ കാണും. ഇവർക്കൊക്കെ എങ്ങനെ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതി എന്നൊരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. പക്ഷേ എത്ര പേര് ചിന്തിക്കുന്നു, നമ്മൾ വീട്ടിൽ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ ആംബുലൻസിൽ ഇതിലും വേഗത്തിൽ എത്താൻ പറ്റും. അതിനേക്കാൾ നല്ലത് ഒരു ഇച്ചിരി താമസിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും സേഫ്റ്റി ആയിട്ട് ഏറ്റവും സുരക്ഷിതമായിട്ട് എത്തുന്നതല്ലേ എന്ന് എത്ര പേര് ചിന്തിക്കുന്നു എന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് KSRTC ബസ് ഇതിൻ്റെ കാര്യം മാത്രമല്ല, ഈ ഒരു ബസ്സിൻ്റെ കാര്യം മാത്രമല്ല, മിക്കതും ഈ ഒരു റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കൊല്ലം റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അത്യാവശ്യം നല്ല ബസ്സുകളെല്ലാം ഈ ആവശ്യമില്ലാത്ത പരിപാടികൾ ചെയ്യുന്നതാണ്. ഓവർ സ്പീഡിൽ ആവശ്യമില്ലാത്ത രീതിക്ക് ചെയ്യുന്ന വണ്ടികൾ ഓടിക്കുന്ന ആൾക്കാർ ഒരുപാട് തന്നെ ഉണ്ട്. നല്ല ആൾക്കാരുണ്ട്, മാന്യമായിട്ട് മര്യാദയ്ക്ക് പെരുമാറുന്ന നല്ല രീതിക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു. ഞാനിന്ന് ഗതാഗത മന്ത്രിയുടെ ഒരു ഇൻ്റർവ്യൂ കൂടി കണ്ടപ്പോഴാണ് ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് തോന്നിയത്. കാരണം ഈ പറയുന്ന കുറച്ചധികം കാര്യങ്ങൾ ഒരുപാടായിട്ട് ദൂരെ യാത്ര ചെയ്തു വരുന്ന KSRTC ബസ്സുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് യാത്രക്കാർക്ക് വേണ്ടിയിട്ട് ഈ നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ, ഈ പറയുന്ന മൂത്രമൊഴിക്കാൻ പോകുക, അങ്ങനത്തുള്ള കുറച്ച് കണ്ടീഷൻസ്, ചിലപ്പോൾ സ്ത്രീകൾക്ക് വയ്യാതെ വരുന്നത്, ബാത്റൂമിൽ പോവുക, ടോയ്ലറ്റിൽ പോകുക, ഇങ്ങനത്തെ കുറേ ഇഷ്യൂസ് കാണുമല്ലോ. അപ്പം KSRTC ബസ്സിലുള്ള ആൾക്കാർ എന്താണ് അത് ചെയ്ത് കൊടുക്കാത്ത, അങ്ങനെ ഒരു കണ്ടൻറ്റ് അതിലത് വരുന്നത് കണ്ടായിരുന്നു. പക്ഷേ ഞാൻ യാത്ര ചെയ്തിട്ടുള്ള സമയത്ത് ആ KSRTC ബസ് തൃശ്ശൂർ ടു കൊല്ലമായിരുന്നു. ആ സമയത്ത് സ്റ്റാൻഡ് എനിക്ക് ഓർമ്മയില്ല, എനിക്കത് കോട്ടയത്തിനടുത്താണെന്ന് തോന്നുന്നു. അവിടെ ഒരു ഹോട്ടലിൻ്റെ അടുത്തായിട്ട് പാർക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കാനുള്ളവർ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ കഴിച്ചിട്ട് വാ, ബാത്റൂമിൽ പോയിട്ട് വാ എന്ന് പറഞ്ഞൊരു KSRTC ബസ്സിലെ ഡ്രൈവറിനെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, അതിന് മനസ്സ് വേണമെന്നുള്ളതാണ്. അത് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, സഹോദരങ്ങളുണ്ട്. ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഇത് എല്ലാവരെയും അധിക്ഷേപിക്കുന്നതിനോ ആക്ഷേപിക്കുന്നതിനോ വേണ്ടിയിട്ടല്ല, എൻ്റെ പേടിയാണ് ഞാനിവിടെ പറഞ്ഞതെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ പ്രതികരിച്ചാൽ എത്ര പേര് എൻ്റെ കൂടെ നിൽക്കും എന്നൊരു സംഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്, സ്വാഭാവികമായിട്ടും ഉണ്ടായതാണ്. പിന്നെ അപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷൻ, അതായത് തലവേദന എടുത്ത് നല്ല രീതിക്ക് ഇറിറ്റേറ്റഡ് ആയിട്ടാണ് ഞാൻ അതിനകത്ത് ഇരിക്കുന്നത്. ഈ ഒരു ഇതും കൂടെ ആയപ്പം അതിൻ്റെ ഇരട്ടി ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ആൾക്കാരും ഇങ്ങനെ എത്തി നോക്കിക്കുകയാണ്, നമ്മുടെ സ്ഥലമെത്തിയോ അതിലപ്പുറത്തേക്ക് അയാളത്തെ ഒരു വാക്ക് പോലും ആ ക്രോസ് ലൈൻ അപ്പുറത്തേക്ക് കടന്ന് 3/4 ഭാഗവും കടന്ന് അപ്പുറത്ത് വണ്ടി വരേണ്ടുള്ള സിറ്റുവേഷനിൽ അവിടെ കൊണ്ട് വണ്ടിയിട്ട് ഓടിച്ച സിറ്റുവേഷൻസ് വരെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോലും ഒരാളും ഇരുന്നത് എന്തുകൊണ്ടെന്ന് എനിക്കറിയത്തില്ല, ആർക്കും എന്താണ് പ്രതികരണശേഷി ഇല്ലാത്തതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഉറപ്പിച്ച കാര്യമാണ്, ഈ വീഡിയോയ്ക്ക് ശേഷം അത് എത്തപ്പെടേണ്ടടുത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നടപടി അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളല്ല, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ചിലപ്പം കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവുമല്ലോ നമ്മൾ അതിനകത്ത് ഇരിക്കുന്നവരുടെ ഉൾഭയം എന്താണെന്നുള്ളത്. കാരണം ഇപ്പോൾ നിരന്തരമായിട്ട് റോഡിൻ്റെ തന്നെ നിർമ്മാണം പോലും ശരിയല്ലാത്തുള്ള രീതിയിൽ പലതരത്തിലുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആക്സിഡൻറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീട്ടിൽ കുറേയധികം ആൾക്കാർക്ക് വാഗ്ദാനം കൊടുത്തിട്ട് ഇറങ്ങിപ്പോകുന്ന ആൾക്കാരുണ്ട്. നമ്മൾ വൈകുന്നേരം കാണും എന്നുള്ള ഒരു സംഭവത്തിലൂടെ വരുന്ന, ഒരുപാട് കാലം ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് കഴിയുന്ന ആൾക്കാരുണ്ട്, പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. അവരായിരിക്കും ഈ കൂട്ടത്തിൽ ചെയ്യുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് സേഫ്റ്റി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങളുടെ സേഫ്റ്റിയെ കഴിയും, പ്രത്യേകിച്ച് ഒരു ഡ്രൈവർ എന്ന നിലയിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാരെ കഴിയും അവരെ വിശ്വസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തിയെ വിശ്വസിച്ചുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ ആ വണ്ടിയിൽ കയറുന്നു എന്നൊരു ബോധമെങ്കിലും ഒരു കരുണയെങ്കിലും കാണിക്കാവുന്നൊരു സംഭവമാണ്. കാരണം നമ്മൾ പൈസ തന്നിട്ടാണ് അതിനകത്ത് വരുന്നതെന്ന് പറയുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ പറയുന്ന സേഫ്റ്റി എന്ന് പറയുന്ന, സുരക്ഷ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് നിങ്ങൾ ചുമ്മാതെ ആവശ്യമില്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു കളിയായിട്ട് മാറ്റുന്ന സമയത്ത് എന്തിനാണ് ഈ ഓവർ സ്പീഡ്, അല്ലെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ പറയുന്ന റൂൾസ് മാറ്റിക്കൊണ്ട് ഓരോന്ന് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. നിങ്ങളെപ്പോലെ കുറച്ച് ആൾക്കാർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർക്കും കൂടെ അത് പ്രശ്നമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കി ഇനിയെങ്കിലും ആൾക്കാർ നേരെയാവുമെന്ന് വിശ്വസിക്കുന്നു.